ഭൂമിയിൽ നിന്ന് സൈന്യം തിരിച്ചുപോയിട്ടില്ലെന്ന് ADGP MR അജിത് കുമാർ. ഇന്നും സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് വേണ്ട തീരുമാനമെടുക്കുമെന്നും ADGP MR അജിത് കുമാർ വ്യക്തമാക്കി. Today also we have been doing this, the air dropping in that inside forest area. The army commanders are trying to go inside. Yesterday also we went inside. We will continue that. No, it has not been withdrawn. Today evening they will take a decision. The ministerial committee will look into it. Okay, thank you. വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത്. അജിത്ത് പറയുന്നു സൈന്യം അവിടെ ഉണ്ടാകുമെന്ന്. പക്ഷേ ആ സൈന്യത്തിന് ചുമതലയുള്ള വ്യക്തി നേരത്തെ ദീപകിനോട് പറയുന്നുണ്ടായിരുന്നു പിന്മാറാനുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഈ അനാവശ്യമായ ആശയക്കുഴപ്പം? അനാവശ്യമായ ആശയക്കുഴപ്പമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ADGP MR അജിത് കുമാറും പറയുന്നത് പൂർണ്ണമായി സൈന്യം മടങ്ങില്ല എന്ന് അല്ല. ADGP MR അജിത് കുമാറിന്റെ വാക്കുകളും നമുക്ക് വ്യക്തമാവുന്നത്. ഇന്ന് സൈന്യം എന്തായാലും ഇവിടെ പരിശോധനകൾ തുടരുന്നുണ്ട്. കാട്ടിലും അതുപോലെ തന്നെ പല മേഖലകളിലും സംഘങ്ങളായി തിരിഞ്ഞ് രക്ഷാസംഘത്തിനൊപ്പം സൈന്യത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. അതിനുശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മടങ്ങില്ല എന്ന് പൂർണ്ണമായി ഉറപ്പ് പറയാൻ കഴിയില്ല. നിലവിൽ മടങ്ങിയിട്ടില്ല എന്നാണ് ADGP MR അജിത് കുമാർ പറയുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. അത് പല മേഖലകളിലും, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സൺറൈസ് വാലിയിലടക്കം അത്തരത്തിലുള്ള തെരച്ചിൽ അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ മേഖലയിൽ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം നിലവിൽ നമ്മൾ കാണുന്നില്ല. കാരണം അവർ സാധാരണ ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകാറുള്ളതാണ്. ഇന്നലെ തന്നെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനൌദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചത് കാര്യമായ രീതിയിലുള്ള തെരച്ചിലൊക്കെ ഇവിടെ ഏതാണ്ട് അവസാനിച്ചു. സൈന്യം പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നുവെന്ന് മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തെരച്ചിലിൽ നിന്ന് സൈന്യം മടങ്ങുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി പറയാനാകില്ലെങ്കിലും ADGP MR അജിത് കുമാറിന്റെ വാക്കുകൾ കൂടി കടമെടുത്താൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം ഒരുപക്ഷെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രതികരണം മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്